ശിവഗിരിയിൽ വരുമ്പോൾ നമുക്കെല്ലാം അനുഭവപ്പെടുന്ന ഒന്ന് ഗുരുവിൻ്റെ സാന്നിധ്യമാണ്. ഗുരു എവിടെയോ ഇവിടെ ഉണ്ട്, ഈ മനോഹരമായ കുന്നിൽ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് നമുക്കറിയാം. ആ സാന്നിധ്യം നാം അനുഭവിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നെപ്പോലെ ഒരു സാഹിത്യാസ്വാദകൻ കുമാരനാശാനും ഇവിടെ കഴിഞ്ഞിരുന്ന ആളാണ് എന്നുള്ളത്. ഈ പ്രകൃതി കുമാരനാശാനം കണ്ടിരുന്നതാണ്. കുമാരനാശാനെ പോലെയുള്ള വലിയൊരു ജീനിയസ് കണ്ട പ്രകൃതിയല്ലേ ഇവിടെയുള്ളത് എന്നൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിക്കാറുണ്ടായി. ഇപ്പം എന്തായാലും ഇവിടെ ദീർഘമായൊരു പ്രഭാഷണം ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഓർക്കുകയാണ്, 102 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസം, 1924 ജനുവരി 16-ാം തീയതി നടന്ന ആ സംഭവം കേരളത്തെ നടുക്കിയ സംഭവമാണത്. പല്ലനയിൽ ബോട്ട് മറിഞ്ഞു, അതിൽ കുമാരനാശാനം ഉണ്ടായിരുന്നു എന്ന വാർത്ത പതുക്കെ പതുക്കെ കേരളം അറിയുകയാണ്. അന്നത്തെ പത്രങ്ങൾ ഞാൻ പിൽക്കാലത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. 1924 ജനുവരി 17-18 വന്ന പത്രങ്ങൾ 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് കുമാരനാശാൻ്റെ ബോഡി കിട്ടുന്നത്. 1-2 ദിവസം കഴിഞ്ഞാണ്. കുമാരനാശാൻ ആ ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ ബോഡി അവിടെ കണ്ടെത്തിയത്. അത് നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ പറ്റാത്ത വിധത്തിൽ അതായിരുന്നു. അത് അവിടെ തന്നെ അത് സംസ്കരിക്കുകയും ചെയ്തു. ഈ വാർത്തകളൊക്കെ കേരളത്തിലെ വലിയ പത്രങ്ങളൊക്കെ ഞാനത് പിൽക്കാലത്ത് വായിക്കുകയുണ്ടായി. കേരളത്തെ നടുക്കിയ, കാരണം ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരു സൂര്യൻ പെട്ടെന്ന് അണഞ്ഞതുപോലെയാണ് അന്ന് മലയാളികൾക്ക് അനുഭവപ്പെട്ടത്. കുമാരനാശാൻ സാഹിത്യലോകത്ത് തിളങ്ങി നിൽക്കുകയാണ്. അതിന് സമാനതകളൊന്നുമില്ല. മറ്റ് കവികളൊക്കെ ഉണ്ട്, ഉള്ളൂരും വള്ളത്തോളും നിരവധി കവികളുണ്ട്. പക്ഷെ ആ കവികളുടെ കൂട്ടത്തിൽ കുമാരനാശാനാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കവിയെന്ന് അന്നത്തെ സാഹിത്യ ആസ്വാദകരൊക്കെ വാസ്തവത്തിൽ മനസ്സിലാക്കിയിരുന്നു. ഇന്നത്തെ കാലം പോലെ അല്ല. അന്ന് ജാതിപരമായ, നിങ്ങൾക്കറിയാം, ജാതിപരമായ വേർതിരിവുകൾ ഉള്ളൊരു കാലഘട്ടമാണ്. ഒരു അവർണ സമുദായത്തിൽ പിറന്ന കുമാരനാശാനും അത് അനുഭവിച്ചു കാണും. പക്ഷെ കവി എന്ന നിലയിൽ, കലാകാരൻ എന്ന നിലയിൽ കുമാരനാശാന് ആദ്യം മുതൽ തന്നെ വലിയ അംഗീകാരം കിട്ടിയിരുന്നു. ജാതിപരമായ കുറവ് കൊണ്ട് അദ്ദേഹത്തെ എവിടെയും അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മിതവാദിയിൽ പ്രസിദ്ധീകരിച്ച വീണപൂവ് CS സുബ്രഹ്മണ്യം പോറ്റി അത് അന്നത്തെ പ്രചാരമുള്ള ഒരു മാസികയിൽ എടുത്ത് പ്രസിദ്ധീകരിക്കുകയാണ്, ഭാഷാപുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ്. മിതവാദിയിൽ വന്ന ഒരു കവിത, ഒരു മാസികയിൽ വന്ന കവിത മറ്റൊരു മാസികയിൽ പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമാണ്. പക്ഷേ പോറ്റി അത് ഈ കവിതയുടെ മഹത്വം കണ്ടു. ഈ കവിത ഒരു വലിയ കവിതയാണെന്ന് മനസ്സിലാക്കിയാണ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ച കവിത പിന്നീട് CS സുബ്രഹ്മണ്യം പോറ്റി ഭാഷാഭൂഷണിൽ പ്രസിദ്ധീകരിക്കുകയാണ്. മലയാളികളുടെ ഭാവുകത്വത്തെ മാറ്റിമറിച്ച ഒരു കൊച്ചു കാവ്യമാണ്. മലയാളിയുടെ സൗന്ദര്യബോധത്തെ മാറ്റിമറിച്ച കവിതയാണ്. മലയാള സാഹിത്യത്തെ തിരിച്ചുവിട്ടൊരു കവിതയാണ്. ഇന്നും അതിൻ്റെ പുതുമ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ ഞാൻ കരുതുകയാണ്. ഒരു പഴയ കവിതയാണെന്ന് വിചാരിച്ച് വീണു വായിച്ചു തുടങ്ങുമ്പോൾ പുതിയ പുതിയ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പുതിയ പുതിയ തലങ്ങൾ ആ കവിതകൾ കൊണ്ട് തോന്നുകയാണ്. ഇത് മലയാളത്തിൽ കുമാരനാശാൻ്റെ കവിതകൾക്കല്ലാതെ വളരെ കൂടുതൽ ഈ അനുഭവം മറ്റ് കവികളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കവി വായിക്കുന്നു, ഇഷ്ടക്കൊള്ളാം, വായിക്കുന്നു. പക്ഷെ വീണ്ടും രണ്ടാമത് ക്ഷണിക്കുന്ന കാവ്യങ്ങൾ നമുക്ക് കുറവാണ്. പക്ഷെ വീണവ് അങ്ങനെയല്ല. വീണവ് എന്ന് പറയുന്ന കവിത എഴുതുവാൻ കുമാരനാശാന് കഴിഞ്ഞത് അദ്ദേഹം ബംഗാളിൽ പോയി മടങ്ങി വന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കുമാരനാശാൻ വീണവ് എഴുതാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഗുരുദേവൻ ഈ 16-17 വയസ്സുള്ള ഈ ബാലനെ കടയ്ക്കാവൂർ അമ്പലത്തിന് മുറ്റത്ത് വെച്ചാണ് കണ്ടതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. കുമാരനാശാൻ കാണുന്നു, സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് അറിയുന്നു. ഒരു വലിയ പ്രതിഭ
ഈ കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്നുവെന്ന് ഗുരു മനസ്സിലാക്കി. ഗുരുവിന് അങ്ങനെ സ്ഥിതികളുണ്ടായിരുന്നു. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അയാൾ ആരാണെന്ന് അറിയാൻ കഴിയും. അത് അമാനുഷ്യ സ്ഥിതിയൊന്നുമല്ല ഞാൻ കരുതുന്നില്ല. ഞങ്ങളുടെ വയനാട്ടിൽ നിന്നും അന്ന് പണ്ട് ഒരാൾ ഇവിടെ ഗുരുവിൻ്റെ നെയ്ത്തുശാലയിൽ അതിന് ശിക്ഷണം കൊടുക്കുവാൻ വേണ്ടി വന്നു. നെയ്ത്തുകാരനാണ്, പക്ഷേ BA ഡിഗ്രി എടുത്തിരുന്നു. അപ്പോൾ BA ഡിഗ്രി എടുത്ത ഒരാൾ ഈ ശിവഗിരിയിൽ വന്ന്, അന്ന് ഇവിടെ നെയ്ത്തുശാലകളൊക്കെ ഉണ്ട്, നെയ്ത്ത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. മറ്റാരുമല്ല, C കേശവനാണത്. ഗുരു പറഞ്ഞു, നീ ഇവിടെ നിൽക്കേണ്ടവനല്ല, നീ നിയമം പഠിക്കണം, നീ തിരുവനന്തപുരത്ത് പോയി വക്കീൽ പരീക്ഷ പഠിക്കണം എന്ന് പറഞ്ഞ് വിടുകയാണ്. അതിനുള്ള ആദ്യ പണവും കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ C കേശവന് പിൽക്കാലത്ത് ശോഭിക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഗുരു ഞങ്ങളുടെ കഴിവുകളുണ്ട്. അവളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അയാൾ ഉറങ്ങിക്കിടക്കുന്ന സർഗശക്തിയെ തിരിച്ചറിയുവാൻ ഗുരുവിന് കഴിയുമായിരുന്നു. കുമാരനാശാനെ ബാംഗ്ലൂരിലേക്കും അതുപോലെ കൽക്കട്ടയിലേക്കും പറഞ്ഞു വിടുമ്പോൾ ഗുരുവിൻ്റെ മനസ്സിൽ ഇതുണ്ടായിരുന്നു. 1900 കൽക്കത്തയിൽ നിന്ന് വന്ന കുമാരനാശാൻ വേറൊരു കുമാരനാശാനായിരുന്നു. ഭാരതീയ സാഹിത്യവും ഭാരതീയ സംസ്കാരവും ചരിത്രവും തത്വചിന്തയൊക്കെ പഠിച്ച കുമാരനാശാൻ പുറത്തുപോയി ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു, ഇംഗ്ലീഷ് കവിതകൾ പഠിച്ചു. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഭാഷയിലുള്ള റൊമാൻറ്റിക് കവിതകൾ അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹം ഉൾക്കൊണ്ടു. കുറച്ചേ ഉൾക്കൊണ്ട് കാണത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ കവി മനസ്സെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചലിക്കുന്ന മനസ്സാണ്. ഒരു ചെറിയൊരു കാറ്റടിച്ചാൽ തന്നെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പം ഇംഗ്ലീഷ് റൊമാൻറ്റിസിസം അദ്ദേഹം കവിതയിലൂടെ പഠിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത്. ആ ഒരു സംസ്കാരമാണ് കുമാരനാശാൻ്റെ കാവ്യജീവിതത്തെ തിരിച്ചുവിട്ടത്. പക്ഷേ ഇവിടെ തന്നെ അദ്ദേഹം കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള കവിതകൾ എഴുതാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കവിത എഴുതുമായിരുന്നു, പക്ഷേ ഇത്തരത്തിലുള്ള കവിത എഴുതുവാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിളവ് നോക്കൂ, അന്നൊക്കെ കവികൾ എഴുതുന്നത് വിടർന്ന് വിലസി നിൽക്കുന്ന പൂക്കളെക്കുറിച്ചാണ്. കവികൾക്ക് ഏറ്റവും ഇഷ്ടം പൂക്കളാണ്. പൂക്കൾ, സന്ധ്യ, പ്രഭാതം, പ്രകൃതി ദൃശ്യങ്ങൾ, ഇതൊക്കെ കവികൾക്ക് ഇഷ്ടമാണ്. വിടർന്നു നിൽക്കുന്ന പൂക്കളെക്കുറിച്ച് മാത്രമേ കവിത എഴുതിയിരുന്നുള്ളൂ. ഇത് താഴെ വീണ് കിടക്കുന്ന ഒരു വീണപൂവിനെ കുറിച്ച് എഴുതുകയാണ്. കവിത വായിച്ചു നോക്കി, ആളുകൾ വായിച്ചു നോക്കി, എന്താണ് ഇതിൻ്റെ അർത്ഥം, എന്താണ് ഈ പൂവിലൂടെ കുമാരനാശാൻ പറയുന്നത്? ആളുകൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കി. ചിലർ പറഞ്ഞു ഇത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. കാരണം പാലക്കാട്ട് ഗുരു സുഖമില്ലാതെ കിടക്കുമ്പോൾ കുമാരനാശാൻ സന്ദർശിച്ചു. അതിനുശേഷം പാലക്കാട്ട് ഗസ്റ്റ് ഹൗസിൻ്റെ മുറ്റത്തുള്ള ഈ മരത്തിൽ നിന്നും പൂക്കളിങ്ങി താഴെ വീണ് കിടന്നിരുന്നു. അത് കണ്ടാണ് കുമാരനാശാൻ കവിത എഴുതിയെന്നൊരു വ്യാഖ്യാനമുണ്ട്. അതല്ല, കുമാരനാശാൻ പണ്ട് ഏതോ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു, ആ പെൺകുട്ടിയുടെ പ്രതീകമാണിത് എന്ന് വേറെ ചില ആളുകൾ വ്യാഖ്യാനിച്ചു. പിന്നെ ഒടുവിൽ ആളുകൾ പറഞ്ഞു ഇത് മനുഷ്യനെക്കുറിച്ചാണ്, മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ്, മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ദാർശനികമായ കാഴ്ചപ്പാടാണ് ഈ കവിത അവതരിപ്പിച്ചത് എന്ന് പിൽക്കാലത്ത് ആളുകൾ പറഞ്ഞു. ഞാനീ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാം. പക്ഷേ ആ കവിത നാം വീണ്ടും വീണ്ടും വായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ എത്ര അർത്ഥം പറഞ്ഞാലും തീരാത്ത അർത്ഥം അതിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരു ഇംഗ്ലീഷ് നിരൂപൻ പറഞ്ഞിട്ടുണ്ട്, കവി പറയുന്ന വാക്കുകൾക്ക് കഥ പറയുവാനുള്ള കരുത്തുണ്ടായിരിക്കും. കവി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് കഥ പറയുവാനുള്ള കരുത്തുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. കുമാരനാശാൻ്റെ കവിതകൾ അങ്ങനെയുള്ളതാണ്. പിന്നെ അദ്ദേഹം എഴുതിയത് 2 കൃതികൾ നിങ്ങൾക്കറിയാം, നളിനിയും ലീലയുമാണ്. ഇതിലെ വിഷയം സ്ത്രീ പുരുഷ പ്രണയമാണ്. സ്നേഹമാണെന്നൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ സ്നേഹമല്ല, അസൽ സ്ത്രീ പുരുഷ പ്രണയമാണ് ഈ കൃതിയിൽ എഴുതിയത്. അന്നത്തെ വായനക്കാരിൽ പലരുടെയും നെറ്റിയിൽ ചുളിഞ്ഞു. ചിന്നസ്വാമി ഇത്തരം കവിതകൾ എഴുതാമോ? ഇപ്പോൾ ഗുരുവിൻ്റെ ഒരു ആത്മീയ പുരുഷനായിട്ടാണ് കേരളം മൊത്തം അല്ലെങ്കിൽ സമുദായം മൊത്തം കുമാരനാശാൻ കണ്ടത്. അപ്പം ഇങ്ങനൊരു കവിത കുമാരനാശാൻ എഴുതാമോ എന്ന് ചില ആൾ സംശയിച്ചു. പിന്നെ ചില ആൾ പറഞ്ഞു ഇതെന്തൊരു കാവ്യമാണോ, ഇതിലെന്താണ് ഇതിൻ്റെ അംഗീകാര രസം? എന്താണ്? കരുണമാണോ, ശൃംഗാരമാണോ?
എന്താണ് അംഗീകാരസം? ഇങ്ങനെ നിരവധി സംശയങ്ങളും ഒക്കെ പല ഭാഗത്തും ഉയർന്നു വന്നു. പതുക്കെ നളിനി എന്ന് പറയുന്ന കൃതി മലയാളിയുടെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ട് മാറി. പതുക്കെ അത് ആ ഒരു സംസ്കാരം മലയാളിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അപ്പം അതിനെക്കുറിച്ച് ആദ്യകാലത്ത് പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ വിയോജിപ്പുണ്ട്. ഈ കവിത നിങ്ങളെല്ലാം പലവണ്ണം വായിച്ച് കാണും. പക്ഷേ ഈ കവിതയെക്കുറിച്ചുള്ള അഭിപ്രായം വെച്ചത് ഇപ്പോഴും തീരുന്നില്ല. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ആർക്കൊരു പൂർണ്ണമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഈ യുദ്ധത്തിൽ നളിനിയാണോ ജയിച്ചത്, ദിവാകരനാണോ ജയിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. നീ എൻ്റെ ഉൾത്തടത്തെ ഉലച്ചു എന്ന് ദിവാകര യോഗി പറയുന്നുണ്ട്. എന്നിട്ട് കുമാരനാശാൻ മാറി നിന്നുകൊണ്ട് നല്ല ഈ പ്രളയത്തിൻ്റെ വലയിൽ ആരാണ് വീഴാത്തത് എന്ന് കുമാരനാശാൻ ഗൂഢമായ ഒരു ചിരിയോടുകൂടി ഈ കവിതയിൽ അവിടെ പറയുന്നുണ്ട്. ഒടുവിൽ അവൾ അയാളുടെ ശരീരത്തിലേക്ക് മരിച്ചു വീഴുകയാണ്. ഇതൊരു മെലോഡ്രാമയായിട്ട് വായനക്കാർ തോന്നുന്നില്ല. ആശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതാണ് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം. ഞെട്ടറുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ പദ്യം. അത്രയും ശാന്തമായിട്ടുള്ള ഒരു മരണമാണ്. അത് അവസാനിക്കുന്നു. ഇതൊരു ദുരന്ത പ്രണയമാണോ? അവൾ സാഫല്യമടയുന്നുണ്ടോ? അല്ലെങ്കിൽ ദിവാകരൻ്റെ ഉള്ളിനെ ഉലയ്ക്കുവാൻ, ദിവാകര യോഗിയുടെ ഉള്ളിനെ ഉലയ്ക്കുവാൻ ഇവരുടെ പ്രണയത്തെ കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ കെ എം ഡാനിയൽ എന്ന് പറയുന്ന ഒരു നിരൂപകൻ പറഞ്ഞു, ഈ ദിവാകരൻ നളിനിക്ക് അറിവ് പകർന്നു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. സ്പർശനത്തിലൂടെ അറിവ് പകർന്നു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. സ്പർശനത്തിലൂടെ അറിവ് പകർന്നു കൊടുക്കുക, അത് ഇന്ത്യൻ ഇതിഹാസങ്ങളിലൊക്കെ കാണുന്ന ഒരു സ്വഭാവമാണ്. ഈ വിവേകാനന്ദന് രാമകൃഷ്ണ സാർ നെറ്റിയിലിങ്ങനെ കൈവച്ചുകൊണ്ട് അറിവ് പകർന്നു കൊടുത്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സ്പർശനത്തിലൂടെ അറിവ് കൊടുക്കാം. അങ്ങനെ സ്പർശനത്തിലൂടെ അറിവ് കൊടുത്ത് അവളുടെ പ്രണയത്തെ മറ്റൊന്നാക്കി മാറ്റുകയാണ് കുമാരനാശാൻ ചെയ്തത് എന്നുള്ള ഒരു പ്രസിദ്ധമായൊരു വ്യാഖ്യാനമുണ്ട്. നളിനി യഥാർത്ഥത്തിൽ പ്രണയ സാഫല്യമടഞ്ഞു എന്ന് തന്നെ കരുതുന്നവരുമുണ്ട്. അപ്പം ഇതാണ് ഒരു കവിതയുടെ, ഒരു യഥാർത്ഥ കവിതയുടെ സ്വഭാവം. ഒറ്റത്തലം മാത്രമല്ല ഉള്ളത്. കവിത വായിച്ച് മനസ്സിലായി, കൊള്ളാം, നല്ലതാണ്, അവിടെ തീർന്നാൽ കവിത മരിച്ചു എന്നർത്ഥം. സംശയങ്ങൾ ഉണ്ടാവണം. ഇത് ശരിയാണോ? ഇത് ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സന്ദേശം, എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള അന്വേഷണം കവിയുടെ വാക്കുകളിലൂടെ ഇങ്ങനെ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഹിമാലയത്തിൽ നടക്കുന്ന സംഭവമാണിത്. പലപ്പോഴും ഏറ്റവും വലിയ പ്രണയ തപസ്വിനിയായ പാർവതി സംബന്ധിക്കുന്ന വാക്കുകൾ ആശാൻ ഈ നളിനിയെക്കുറിച്ച് പറയുന്നുണ്ട്. പലതവണ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കാവ്യം, അത് എഴുതിയ രണ്ടാമത്തെ കാവ്യം എൻ്റെ സ്വകാര്യമായി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാവ്യമാണ് അദ്ദേഹത്തിൻ്റെ ലീലാകാവ്യം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കൃതിയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ വളരെ ചെറുപ്പകാലത്ത് തന്നെ എഴുതിയതാണ്. ഈ ലീല എന്ന് പറയുന്ന കൃതി ഞാൻ പാടി നടന്നു. പാട്ടുന്ന മനസ്സിലാണ് പാടുന്നത്, അല്ല ഞാൻ വെളിയിൽ പാടില്ല. വെളിയിൽ പാടിയാൽ അതത്ര ശരിയാവില്ല, കാരണം പാട്ട് മോശമാണ്. പക്ഷെ മനസ്സിലിങ്ങനെ പാടി നടന്നു. ഈ ലീലയുടെ ജീവിതവും ലീലയുടെ വിന്ധ്യാവനങ്ങളിലേക്കുള്ള യാത്രയും, വിന്ധ്യാവനങ്ങളിൽ വെച്ച് അവൾ കാമുകനെ കണ്ടതും, ചെമ്പകപ്പൂവിൻ്റെ ഗന്ധവും. ചെമ്പകപ്പൂവ് മദനിന് ഇഷ്ടപ്പെട്ട പൂവായിരുന്നു എന്നുള്ള പരാമർശം. ചെമ്പകപ്പൂക്കളുടെ ഗന്ധം ഇങ്ങനെ വന്നപ്പോൾ അന്വേഷിച്ചു പോയ കൂട്ടുകാരിയോട് ലീല പറയുന്നു, എൻ്റെ പ്രിയതമൻ ഇവിടെയുണ്ട്. കാരണം എന്താണ്? ചെമ്പകപ്പൂവിൻ്റെ ഗന്ധമുണ്ട്. അങ്ങനെ ചെമ്പകപ്പൂവിൻ്റെ ഗന്ധം വരുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോവുകയും ദിവാകരനെ കാണുകയും ചെയ്യുക. മാത്രമല്ല കുമാരനാശാൻ ഈ ലീലയെ അതിൻ്റെ ആമുഖത്തിൽ ചെമ്പകപ്പൂ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം?
മാത്രമല്ല ചെമ്പകപ്പൂവിൽ ഒരു വണ്ട് മാത്രമേ വരികയുള്ളൂ എന്നൊരു വിശ്വാസവുമുണ്ട്. അതിൻ്റെ മാദകമായ ഗന്ധത്തെക്കുറിച്ച് ആശാൻ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. നളിനി ഒരു താമരപ്പൂവാണെങ്കിൽ ലീല ഒരു ചെമ്പകപ്പൂവാണ് എന്ന് കുമാരനാശാൻ എഴുതിയ ചെറിയ ആമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്ന് എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. എന്താണ് ഈ ചെമ്പകപ്പൂവിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ രഹസ്യം എന്താണ്, എന്തുകൊണ്ടാണ് കുമാരനാശാൻ ഈ ചെമ്പകപ്പൂവിന് പ്രാധാന്യം കൊടുത്തത്? ഇതൊന്നും കവി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. ഒരു കലാകാരൻ എഴുതുമ്പോൾ അതൊക്കെ സംഭവിക്കുന്നതാണ്. പൂർണ്ണമായ ഒരു ഉത്തരം എനിക്കും അത് വാസം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. പക്ഷെ അതിലെ ആ ദുരന്തം അല്ല സ്പർശിച്ചു. രേവയുടെ അഗാധയിലേക്ക് രണ്ടുപേരും പോയി, മദനനും ലീലയും. തോഴി മാത്രം ഭൂമി ഒറ്റയ്ക്കായി. അവളുടെ അടുത്തേക്ക് രണ്ട് വിശേഷ ആത്മാക്കൾ വരുന്നു. അവളോട് പറയുന്നു, ഈ ലോകത്ത് നിന്നുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, മറ്റൊരു ജീവിതമുണ്ട്, അവിടെ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് അവസാനിക്കുക. അപ്പം ഏറ്റവും തീവ്രമായ ദുരന്തത്തെ കുമാരനാശാൻ അവിടെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. മരണം എന്ന ചോദ്യത്തിന് ഹിന്ദുമതം കൊടുത്ത മറുപടിയാണ് പുനർജന്മം. അപ്പം പുനർജന്മത്തിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞത് അവസാനിക്കുകയാണ്. എങ്കിലും ആ ദുരന്തം നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. ഒരു ഗ്രീക്ക് ദുരന്ത നാടകം വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഷേക്സ്പിയറുടെ ഒരു ദുരന്ത നാടകം, ഒരു ട്രാജഡി കാണുന്ന പോലെ, അല്ലെങ്കിൽ വായിക്കുന്ന പോലെ ആണ് ഈ ലീലയിൽ ദുരന്തം കടന്നു വരുന്നത്. അത് ഏറ്റവും കൂടുതൽ വായനക്കാരെ ആകർഷിക്കുന്ന ഒരു കവിതയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ കുമാരനാശാൻ എന്ന് പറഞ്ഞാൽ ഒരു കവിയല്ല. കുമാരനാശാനിൽ ഒരുപാട് കവികളുണ്ട്, ഒറ്റ കവിയല്ല കുമാരനാശാൻ. ഇപ്പോൾ ഷേക്സ്പിയറിൽ ഒരുപാട് കവികളുണ്ട്, ഒരു കവിയല്ല പല കവികളുണ്ടെന്ന് പടിഞ്ഞാറ് നിരൂപണം പറയുന്നുണ്ട്. അതിൽ കുമാരനാശാൻ ഒരു കവിയല്ല, ഒരുപാട് കവികളുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രണയവുമുണ്ട്, അതുപോലെ തന്നെ റൊമാൻറ്റിക് ഭാവങ്ങളുണ്ട്, അഗാധ ഭാവങ്ങളുണ്ട്, ഏറ്റവും വലിയ ദുരന്തമുണ്ട്. ഏറ്റവും വിപ്ലവകരമായ ആശയങ്ങളും കുമാരനാശാൻ്റെ കൃതികളിലുണ്ട് എന്നാണ് പിൽക്കാലത്ത് പലരും തിരിച്ചറിഞ്ഞത്. കുമാരനാശാൻ്റെ കവിതയുടെ ഒരു മുഖം 1930കളിലും 40കളിലും ഒരു പ്രശസ്ത നിരൂപകൻ, ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുടനീളം പ്രസംഗിച്ചു നടന്നു. ഇനി അദ്ദേഹം ഒരു ലേഖനം എഴുതി, ആശാൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന്. ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ തെരുവുകളിൽ കൂടെ ആശാൻ കവിതയുടെ പ്രാധാന്യം ഉറക്കെ വിളിച്ചു പറഞ്ഞത്. ആശാൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമാണ് എന്ന് പറഞ്ഞ ആ ലേഖനം കുമാരനാശാന് മറ്റൊരു മുഖമുണ്ട് എന്ന് അന്നത്തെ വായനക്കാരെ ബോധ്യപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കവിതകളുണ്ട്, വളരെ രസകരമായ കുട്ടിക്കവിതകളാണ്. ഒരു ബാല സാഹിത്യകാരൻ കുമാരനാശാനിലുണ്ട്. പുഷ്പവാടിയിലൊക്കെ വായിച്ചു നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ കുമാരനാശാൻ്റെ രാഷ്ട്രീയ കവിതകൾ, കുമാരനാശാൻ എഴുതിയ ഏറ്റവും മഹത്തായ രാഷ്ട്രീയ കവിത ചണ്ടാല വീശുകയോ ദുരവസ്ഥയോ അല്ല, ചിന്താവിഷ്ടേ സീതയാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തിന് ഏറ്റവും മികച്ച രാഷ്ട്രീയ കാവ്യം ചിന്താവിഷ്ട സീതയാണെന്നാണ്. ഒരു കവിത കാലം കഴിയും തോറും മാറുന്നു, കാലം കഴിയും തോറും പുതിയ പുതിയ അർത്ഥങ്ങൾ ആ കവിതയ്ക്കുണ്ടാകുന്നു. ഓരോ തലമുറ കഴിയുമ്പോഴും ഈ അർത്ഥങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ വായനക്കാരൻ വായിച്ചതല്ല ഒരു 50 വർഷത്തെ വായനക്കാരൻ വായിക്കുന്നത്. ഇന്നത്തെ വായനക്കാരൻ ആസ്വദിക്കുന്ന പോലെ ആവില്ല നളിനിയും ലീലയും ഒരു 50 വർഷം കഴിഞ്ഞപ്പോൾ വായിക്കുന്ന വായനക്കാരൻ വായിക്കുന്നത്. ഈ ചിന്താവിഷ്ടതയെക്കുറിച്ച് എനിക്കത് പറയാൻ കഴിയും. ഇപ്പം ഞാനൊക്കെ അത് കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ പരിചിതമായൊരു കാവ്യമാണ് ചിന്താവിഷ്ടയ സീത. ഇങ്ങനെ സീതയുടെ അന്തർധാനത്തിന് മുമ്പ് ആശ്രമത്തിൽ അവൾ ചിന്താവിഷ്ടയായിരിക്കുന്നു. അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് പലപ്പോഴും ശുഭിതമാകുന്നു, പിന്നീട് ശാന്തമാകുന്നു. പിന്നീട് അവൾ വലിയ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് അവൾ ഈ ലോകം വിട്ടുപോകുന്നു, സീതാദേവി വിട്ടുപോകുന്നു. ഇതൊക്കെയാണ്. അപ്പോൾ വാൽമീകിയുടെ സീതയാണോ ആശാൻ്റെ സീത എന്ന് അത് പഴയ ഒരു കാലത്ത് ഒരു ചർച്ചയായിരുന്നു. അത് കേരള വാൽമീകി എന്നാണ് പ്രൊഫസർ സുമൻ അഴീക്കോട് ആശാൻ്റെ സീതാകാവ്യത്തിൽ ആശാനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ
കഴിഞ്ഞ ഒരു 10-20 വർഷം മുമ്പ് ഞാൻ വായിക്കുമ്പോൾ ഈ കവിതയിൽ അധികാരത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പതുക്കെ തിരിച്ചറിഞ്ഞു. ഇത് അധികാരത്തിനെതിരെ എഴുതിയ ഒരു കവിതയാണ്. ഭരണകൂടത്തിൻ്റെയും അധികാരിവർഗങ്ങളുടെയും എതിരെ എഴുതിയ ഒരു രാഷ്ട്രീയ കൃതിയാണ് എന്ന് എനിക്ക് പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ നേരത്തെ ചിന്തിച്ചിട്ടില്ല. സീതാദേവി ഇന്ത്യൻ മിത്തോളജിയിലെ ഏറ്റവും വലിയൊരു സ്ത്രീ കഥാപാത്രം, ഇന്ത്യയിലെ വായനക്കാരും ഒക്കെ ആരാധിക്കുന്ന സീതാദേവിയുടെ മനസ്സിലിങ്ങനെ ഉയർന്നു വന്ന ചിന്തയാം കടൽ എന്നാണ് പറയുന്നത്. ഒരു കടൽ പോലെയാണ് സീതയുടെ മനസ്സിലാ ചിന്തകൾ കടന്നു വരുന്നത്. ഈ കാവ്യത്തിന് തന്നെ ഒരു കടലിൻ്റെ രൂപമാണുള്ളത്. ഇങ്ങനെ തിരകൾ ചിലപ്പോൾ ഇങ്ങനെ പതുക്കെ വരും, ചിലപ്പോൾ ശാന്തമായി വരും, പിന്നീട് ശോഭിച്ചു വരും, അലറി വിളിച്ചു വരും, ഒടുവിൽ വീണ്ടും ശാന്തമാകുന്നു. ഇങ്ങനെ വല്ല കല്ലോലിനി എന്ന് ഈ കാവ്യത്തെ നമുക്ക് വിശേഷിപ്പിക്കാം ആശാൻ വാക്ക് ഉപയോഗിച്ചാൽ. പക്ഷെ ഈ കവിത രാഷ്ട്രീയ കവിതയാകുന്നത് ഇതിൽ ഭരണകൂടത്തിനെതിരെയുള്ള രൂക്ഷമായ വിമർശനമുണ്ടെന്നാണ്. രാമനെ വിമർശിക്കുന്നു. രാമൻ സീതയെ ഉപേക്ഷിച്ചതിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള സീത തുറന്നു ചിന്തിക്കുന്നു. ഇത് ഒരു രാമനിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇത് എല്ലാ ഭരണകർത്താക്കളിലുമുള്ള അധികാരത്തോടുള്ള ബോധപൂർവവുമായ താല്പര്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതാണ്. ശ്രീരാമൻ മാതൃകാപുരുഷനാണ്, ഒക്കെ ശരിയാണ്, മാതൃകാപുരുഷനാണ്. അദ്ദേഹം ജനങ്ങളുടെ പ്രീതി നേടിയ പിന്നീട് രാജാവാണ്, ചക്രവർത്തിയാണ്. അദ്ദേഹം ജനപ്രീതി നേടിയ ആളാണ്. എങ്കിലും സീതയെ ഉപേക്ഷിച്ച കാര്യത്തിൽ അദ്ദേഹത്തെ ഈ അധികാരത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആസക്തി കൂടുതലായിട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്നുള്ളത് ഈ കവിത പിന്നീട് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നുകയുണ്ടായി. ഒരുപക്ഷെ പിൽക്കാലത്ത് ആധുനിക കാലത്ത് അധികാരത്തെക്കുറിച്ച് ലോക സാഹിത്യത്തിൽ മുഴുവൻ എഴുതിയിട്ടുണ്ട് ആളുകൾ. പവറാണ് ലാറ്റിൻ അമേരിക്കൻ നോവലുകളിലെ പ്രധാന പ്രമേയം. നിങ്ങൾക്കറിയാമത്. ലാറ്റിൻ നോവലിലെ മാർക്കേസിൻ്റെയും യോസയുടെയും മറ്റ് നോവലുകൾ അധികാരമാണ്. സ്വേച്ഛാധിപതികളുടെ അധികാരം ജനങ്ങളിങ്ങനെ പീഡിപ്പിക്കുന്നു. ആ പീഡനം അനുഭവിക്കുന്ന വ്യക്തി. ഇത് ലാറ്റിൻ അമേരിക്കൻ നോവലുകളിലും ആഫ്രിക്കൻ നോവലുകളിലും ഒക്കെ നിരന്തരം കാണുന്ന ഒരു പ്രമേയമാണ്. പിൽക്കാലത്ത് മലയാള നോവലിലും അത് വന്നു. ആനന്ദിൻ്റെയും മറ്റ് നോവലുകളിൽ ഈ ഒരു സ്വഭാവം പിന്നീട് വന്നു. അധികാരത്തിൻ്റെ ക്രൂരതയ്ക്ക് വിധേയനാകുന്ന മനുഷ്യൻ. അപ്പോൾ ഈ ഒരു അധികാരത്തിൻ്റെ പ്രശ്നമാണ് ഈ സീതാകാവ്യത്തിലുള്ളത് എന്നും സീത ഒരു രാഷ്ട്രീയ കാവ്യമാണെന്നും സീത പ്രതിഷേധിക്കുന്നത് വാസ്തവത്തിൽ ഈ അധികാരി വർഗത്തോടാണെന്നും ഇതിലെ വരികൾ ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്ത്രീകളും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള അസ്പൃശ്യരായ ആളുകളും അവരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെടുന്നു, അവരൊക്കെ അപമാനിക്കപ്പെടുന്നു. ഇതിനെതിരെയുള്ള ഒരു സ്ത്രീയുടെ ഒരു കലാപമാണ്. അതുകൊണ്ട് ഈ അന്തർധാനം എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. അത് ശ്രീരാമൻ എന്ന ചക്രവർത്തിക്ക് എതിരെ സീത നടത്തിയ വലിയൊരു കലാപമാണ് എന്നുള്ള ഒരു പുതിയ അർത്ഥം ഈ ചിന്താവിഷയത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞത്, ഈ കവിത എന്ന് പറയുന്നാൽ ഒരു കൃത്യമായ അർത്ഥമല്ല. ഒറ്റ അർത്ഥം, കൃത്യമായ അർത്ഥമുള്ളതെന്ന് വിചാരിക്കും. കവിതയിൽ ഒരു കവിതയുണ്ട്, നല്ല കവിതയാണ്, നല്ല ശബ്ദ സൗന്ദര്യമൊക്കെ ഉണ്ട്, ഒറ്റ അർത്ഥമേ ഉള്ളൂ. അവിടെ കവിത മരിച്ചു പോവുകയാണ്. കാരണം അടുത്ത വായനയ്ക്കില്ല. കുമാരനാശാൻ്റെ കവിതകൾ അങ്ങനെയല്ല. അവ വീണ്ടും വായിക്കുന്നു, അവ പുതിയ അർത്ഥങ്ങളുമായി പുനർജനിക്കുന്നു, പുതിയ അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ കവിത എന്ന കലാമാധ്യമത്തെ തന്നെ പരിഷ്കരിക്കുവാൻ കുമാരനാശാന് കഴിയുന്നു എന്നുള്ളതാണ്. ഇത് മലയാളത്തിൽ പിന്നെ വളരെ കൂടുതൽ ആളുകൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നീട് ആർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറയില്ല, പക്ഷേ വളരെ കൂടുതൽ ആളുകൾക്കൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കുമാരനാശാനോട് ഒപ്പം കവിത എഴുതിയ അന്നത്തെ പ്രശസ്തരായ കവികൾക്ക് പോലും ഇങ്ങനെയുള്ള ഒരു വശം കവിതയ്ക്ക് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നല്ല കവിതകളാണ് അവരുടെയൊക്കെ, നല്ല ശബ്ദസൗന്ദര്യമുണ്ട്,
പുരാണത്തിൽ നിന്നെടുത്ത ഒരു കഥ ആ കവിയോടൊക്കെ പുനരാവിഷ്കരിക്കുന്നു. വായിക്കാൻ രസമുണ്ട്, ചില ആദർശങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അർത്ഥത്തിൻ്റെ പല തലങ്ങളിലൂടെ കൊണ്ടുപോകാൻ അത്തരം കവിതകൾ കഴിയുന്നില്ല എന്നാണ്. അത് മറ്റൊന്ന്, ഈ കുമാരനാശാൻ ഈ ഭാരതീയ പുരാണം മൊത്തം വായിച്ചിട്ടും പഠിച്ചിട്ടും അദ്ദേഹം ചിന്താവിഷ്ടയസീതയിലല്ലാതെ മറ്റൊരു കൃതിയിലും പുരാണത്തിൽ നിന്നും ഒരു കഥ എടുത്തിട്ടില്ല അദ്ദേഹം. ഇപ്പോൾ വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും എല്ലാ കവിതകളും മഹാഭാരതത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ പുരാണ കൃതികളിൽ നിന്നുള്ള പുനരാവിഷ്കരണങ്ങളാണ്. കുമാരനാശാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒറ്റേ ഒരു കൃതിയിൽ മാത്രം, ചിന്താവിഷ്ടയസീതയിൽ മാത്രം. അപ്പം ചിന്താവിഷ്ടയസീതയിൽ മാത്രം ആണ് ഇത് ചെയ്തത്. അതുതന്നെയും പാരമ്പര്യത്തെ, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഭരണകൂടത്തിൻ്റെയും പൗരോഹിത്യവർഗത്തിൻ്റെയും തെറ്റായ നടപടികളെ ചോദ്യം ചെയ്യാൻ വേണ്ടി എഴുതിയ ഒരു കൃതിയാണ് കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയസീത. അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ കണ്ടാൽ വിഷയം നമുക്കറിയാമല്ലോ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന വരികൾ കുമാരനാശാൻ എഴുതിയത് 1900 കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ 2ാം ദശകത്തിലാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്നുള്ളത് വാസ്തവം പറഞ്ഞാൽ ആ വരികൾ കേരളത്തിൽ ഉടനീളം മുഴങ്ങിക്കേട്ട വരികളാണത്. കഥാപ്രസംഗകർ പറഞ്ഞ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ആസ്വാദകരുടെ ഉള്ളിൽ വലിയൊരു ആഘാതമായി പതിച്ച വരികളാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്നുള്ളത് ഒരു പുതിയൊരു കാലഘട്ടത്തെ സൃഷ്ടിച്ച വരികളാണ്. പുതിയൊരു സംസ്കാരം സൃഷ്ടിച്ച ഒരു വരികളാണത്. കവിതയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ചില ദൗത്യങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ ഒരു കാലഘട്ടത്തെ മാറ്റിമറിക്കുവാൻ ഈ കവികൾക്ക് കഴിയും. ഇപ്പം ഗുരു എഴുതിയ 4 വരിയില്ലേ, ഈ അരിവിപ്പുറത്ത് എഴുതി വെച്ച 4 വരികൾ, അത് ചരിത്രത്തെ മാറ്റിവെച്ച വരികളാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്തേനെ വാഴുന്ന മതസ്ഥാനമാണ്. ഇത് എഴുതിയെന്ന 1888 ഇവിടെ വെളിച്ചം വന്നിട്ടില്ല, നവോത്ഥാനം വന്നിട്ടില്ല, ജാതിവ്യവസ്ഥ നിലനിൽക്കുകയാണ്, ജാതിപരമായ പീഡനങ്ങൾ നടക്കുകയാണ്. അപ്പോഴാണ് കവി ശ്രീനാരായണ ഗുരു എഴുതിയത്, ഈ 4 വരി എഴുതിയത്. അത് കേരള ചരിത്രത്തെ മാറ്റിമറിച്ച വരികളാണ്, വരാൻ പോകുന്ന കാലത്തെ പ്രവചിച്ച വരികളാണ്. അതുപോലെയുള്ള ചില വരികൾ കുമാരനാശാൻ്റെ കവിതകളിൽ കാണും. അത്തരത്തിലുള്ള വായനയും കുമാരനാശാൻ്റെ വരികളിലുണ്ട്. സ്വാമി പറഞ്ഞതുപോലെ എത്ര പറഞ്ഞാലും തീരാത്ത ഒരു രത്നഖനിയാണ് കുമാരനാശാൻ്റെ കവിതകൾ. അദ്ദേഹം 51 വർഷം പൂർത്തിയാക്കിയില്ല. ഒരു 3 മാസം കൂടെ ആയിരുന്നെങ്കിൽ 51 വയസ്സ് ആദ്യത്തിനാകുമായിരുന്നു. 1873 ഏപ്രിൽ 12 ജനിച്ചു. 1924 ജനുവരി 16 മരിച്ചു. ഏകദേശം ഒരു 50-51 വർഷക്കാലം മാത്രം ജീവിച്ച് പോയ കവി. എന്തെല്ലാം ഈ കാലഘട്ടങ്ങൾ ചെയ്തു കവി എന്ന നിലയിൽ. മറ്റു കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ പറയുന്നില്ല. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം എന്തായാലും ഞാൻ വളരെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ഈ എളിയ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും എന്നെ ക്ഷണിച്ച സ്വാമിമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ ഈ എളിയ പ്രസംഗം നിർത്തുന്നു. നമസ്കാരം.